ഒരു ജീപ്പിന്റെ കഥ ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കണ്ടു. ഇത് ഓടുന്ന ജീപ്പല്ല, ബാറ്ററി ഇല്ല, ഡോറ് തുറക്കില്ല, അല്ലെങ്കിൽ അത് പ്രാഥമികമായി ഓടില്ല. ഒരു ജീപ്പിന്റെ ഷേപ്പ് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കണ്ണൂർ പാണ്ഡ്യാലയിലുള്ള വസതിക്ക് സമീപം സ്ഥിരമായി നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പാണ്. ജീപ്പ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 8 പോലീസുകാർ ഉൾപ്പെടെ ഈ ജീപ്പിന് ചുറ്റും ജോലി ചെയ്യുന്നു. ജീപ്പിനകത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല. 10 കൊല്ലമായിട്ട് ഈ ജീപ്പ് ഇവിടെ സ്ഥിരമിട്ടിരിക്കുകയാണ്. വഴി മുടക്കിക്കൊണ്ട്, യാത്രാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ വീടിന് കാവലായി ഒരു പോലീസ് സ്റ്റേഷൻ, സമാന്തരമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ ജീപ്പായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ തന്നെ ഇദ്ദേഹം തോറ്റത്, അല്ലെങ്കിൽ CPM തോറ്റത് ഇതൊക്കെ തന്നെ. ഇങ്ങനെയൊക്കെ ഇതിനു മുൻപ് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? എത്ര കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്? നായനാരും അച്യുതമേനോനും VS അച്യുതാനന്ദനും ഉൾപ്പെടെ എത്ര പേർ ഭരിച്ചിട്ടുണ്ട്? എത്രയോ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്. എത്ര മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിട്ടുണ്ട് എന്നും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഒരു സുരക്ഷ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ജീപ്പ് വീട്ടിൽ, അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹം ക്ലിഫ് ഹൗസിലാണ് താമസം, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ ആ ജീപ്പ് അവിടെ കിടന്നോട്ടെ, അദ്ദേഹം പോകുമ്പോൾ ആ ജീപ്പ് പൊയ്ക്കൂടി. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്, പോലീസുകാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്, എല്ലാത്തിനും വേണ്ടി അവിടെ ഒരു ജീപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഓടില്ല, ബാറ്ററി ഇല്ല, ഡോറ് തുറക്കില്ല, ഒന്നുമില്ല. പക്ഷേ ജീപ്പ് രൂപത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് അത് എന്നാണ് പറയുന്നത്. ക്ലിഫ് ഹൗസിൽ നമുക്കറിയാം, നന്തങ്കോട് മുതൽ തിരുവനന്തപുരംകാർക്കറിയാം, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം ആ പ്രദേശത്തെങ്ങാനും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആർക്കും ആ വഴി യാത്ര ചെയ്യാൻ പറ്റില്ല. വളഞ്ഞു ചുറ്റി പാളയം വഴിയോ അല്ലെങ്കിൽ വേറെ കുറവൻകോണം വഴിയോ ഒക്കെ തന്നെ പോകേണ്ടി വരും. ഇദ്ദേഹത്തിൻ്റെ ആ വീട്ടിന് 2-3 കിലോമീറ്റർ അകലെ വെച്ച് പോലീസുകാർ വഴി കൂടെ നടന്നു പോകുന്ന കുട്ടികളെ, സ്കൂൾ കുട്ടികളെ വരെ തടഞ്ഞ് വഴിതിരിച്ചു വിടും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ 10 കൊല്ലമായിട്ടും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊക്കെ സുരക്ഷ. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ചെറിയ വാർത്ത നൽകിയിരുന്നു. ഇത്തരത്തിൽ ഒരു അവസ്ഥ വന്നല്ലോ, ഒരാൾ നോക്കി ചിരിക്കുന്നതും കണ്ടു. അതൊക്കെ ഈ എന്താണ് നമ്മൾ പറയുന്നത് പോലെ അതൊക്കെ മാറി വരും. പക്ഷേ പാർട്ടിക്കേറ്റ, CPM എന്ന പാർട്ടിക്കേറ്റ, പാർട്ടി സ്ഥാനാർത്ഥികൾക്കേറ്റ, ഇടതുപക്ഷത്തിന് ഏറ്റ ശക്തമായ തിരിച്ചടിക്ക് കാരണം ഈ ഒരൊറ്റ വ്യക്തിയുടെ പ്രവൃത്തിയാണ് എന്ന് ജില്ലാ കമ്മിറ്റികളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും യാതൊരു നാണവും മാനവുമില്ലാതെ വീണ്ടും ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് ഒക്കെ വന്നിരുന്ന് എന്ത് കാണിക്കാനാണ് എന്നറിയില്ല. എന്നിട്ട് പറയുന്നത് അദ്ദേഹത്തെ തോറ്റപ്പോൾ ശക്തി കൂടി, വീര്യം കൂടി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം EP ജയരാജൻ പറഞ്ഞത്. എന്ത് വീര്യം കൂടി, എന്ത് ശക്തി കൂടി? തോറ്റ് തുന്നം പാടിയിട്ട് അവനവനെ വെളുപ്പിക്കാൻ വേണ്ടി കള്ളക്കഥകൾ പുറത്തിറക്കിയിട്ട് വീണ്ടും പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് മരുമകനെ അടുത്ത പ്രതിപക്ഷ നേതാവാക്കാനും പിന്നീട് മുഖ്യമന്ത്രിയാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശക്തനായി മാറിയിട്ടുണ്ട്. സ്വന്തം കാര്യത്തിലൊക്കെ വളരെ ശക്തനായി മാറിയിട്ടുണ്ട്. ജനങ്ങളുടെയും പാർട്ടിയുടെയും ഒന്നും കാര്യത്തിൽ ഇദ്ദേഹം ഒന്നുമല്ല. ഈ പാർട്ടിയെ തകർത്ത് വലിപ്പണമാക്കി പോലീസ് ഇപ്പോൾ വീട്ടിൻ്റെ നടയിൽ കൊണ്ടിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇദ്ദേഹം താമസിക്കുന്ന പോകുന്ന വഴി ഒക്കെ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ജനങ്ങൾ തലയിൽ കവിച്ച് പ്രാകുന്നു. ഇടയ്ക്കിടയ്ക്ക് നവകേരള ബസ്സിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ കഥയുമൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഇദ്ദേഹം തോറ്റ് തുന്നം പാടി. പിണറായി പണ്ടാരമടങ്ങി എന്ന് പറയുന്നത് പോലെ പിണറായിയും പിണറായിസവും CPM ഇടതുപക്ഷവും ഒക്കെ തന്നെ ഈ പരുവത്തിൽ പണ്ടാറടങ്ങി നശിച്ച് നാറാണക്കല്ല് പിടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 1 2 3 ജീപ്പ് പാണ്ഡ്യാലയിലെ വീടിൻ്റെ നടയിൽ കൊണ്ടുവന്നിട്ടാണ്, സ്വന്തം ചെലവിൽ വേണം. ഹെലികോപ്റ്ററിനും ചുമ്മാ കിടക്കുകയാണ്. ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും ആർക്കും അറിയില്ല. ഉപയോഗിച്ചോ 1-2 പ്രാവശ്യം ഉപയോഗിച്ചെന്ന് തോന്നുന്നു. 80 ലക്ഷം രൂപയെ മറ്റാണ് അതിന് വാടക ഒരു വർഷം. അതൊക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് പോയത് കേട്ടോ. അതുപോലെ ഈ ജീപ്പിൻ്റെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ തന്നെ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ പണമൊക്കെ പോകുന്നത്. അപ്പം പിന്നെ എന്തുകൊണ്ട് CPM തോറ്റു എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ചർച്ച നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ തോറ്റു.